ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ എന്താണെന്നറിയോ, 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ നിന്ന്. അതപ്പോ ഒന്ന് നിങ്ങളെ കാണിക്കാണ്. അപ്പൊ ഏത് വാങ്ങിയതിന്റെ ഫ്ലിപ്കാർട്ടിന്നോ? ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയതാണ്. കണ്ടില്ലേ, ഇത് ഒരു കുപ്പിയല്ല കേട്ടോ, മോൻ ചിരിക്കാണ്. കുപ്പിയല്ല, ഇതാണ്ടോ അത് തുറന്നു. ഞാൻ ബ്രഷ് കണ്ടില്ലേ, നമ്മള് ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാകുമ്പോ എണ്ണ ഇങ്ങനെ ഇതിൽ എണ്ണ ആക്കിയിട്ട് എണ്ണ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇതുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെയല്ല, ഇത് വെറുതെ ഒരു ചെറിയൊരു ബ്രഷ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറ്. ഇങ്ങനെ കുപ്പിയൊന്നും ഇല്ല. അപ്പൊ ഇത് കുപ്പി ഉള്ളത് കൊണ്ട് സുഖമാണ്. ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേക്കാം. ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോ തേക്കാം. അപ്പൊ ഇതാണ് ഒരെണ്ണം. ഇതിന്റെ വില കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വേണ്ടായിരുന്നില്ല എന്നായിട്ടോ. ഇതിന് എത്ര വില വന്നിട്ടാ ഈ കുപ്പിക്ക്? 200 237 ഇനി തോന്നണട്ടോ, അതന്നെ അറിയുള്ളൂ. അപ്പൊ അതിന് പറഞ്ഞത് എനിക്ക് നഷ്ടായിട്ടാണ് തോന്നിയത്. 237 നമുക്ക് പറഞ്ഞത് ഇപ്പൊ സാധാ ഒരു കുപ്പിയിലായിരുന്നു. അപ്പൊ അതിനുണ്ടാവും വില അല്ലേ അവന്? ഇല്ല അല്ലേ? അപ്പൊ അത്രയും പൈസക്ക് ഇത് എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടാ തോന്നുന്നത്. സാധാരണ ഒരു കുപ്പി, ഒരു പ്ലാസ്റ്റിക്കിന്റെ, എന്നാലും കുഴപ്പമില്ല, നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ അതൊരെണ്ണം. പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. വേറെ 2 സാധനം. ഇത് നമ്മുടെ ചപ്പാത്തിയും എന്താ പറയാ പൂരിയൊക്കെ പരത്തണത്. അമ്മോ അത് കൊട്ടി പിടിച്ചോ, കൊട്ടി പിടിച്ചിരിക്കുന്നു. ഇതാണ്ടോ, ഇത് ഞങ്ങള് ഇങ്ങനെ ഓർഡർ ചെയ്താണ്. ഇത് ഞാനിവിടെ കഥ അല്ലേ, ഈ ഒരു സാധനേ ഇവിടെ പലകയല്ല, ഇങ്ങനെ പണ്ടത്തെ ഒരു എന്താ പറയാ കടപ്പക്കല്ല, എന്താ സാധനം എന്നിട്ടാ അതായിരുന്നു. അപ്പൊ അത് പറഞ്ഞ നല്ല ഭാരാണ്. അപ്പൊ നമ്മള് സ്ലാബുമ്മ കൊടുന്നേക്കുമ്പോക്ക് പൊട്ടുന്നൊക്കെ പേടിയാവുക. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. അപ്പൊ ഞങ്ങളിത് ഓർഡർ ചെയ്യുമ്പോ എന്താ വിചാരിച്ചെന്നറിയാം, ഇത് നല്ല കനമുള്ള സാധനമാവും. പിന്നെ ഈ വരയൊക്കെ എന്ന് പറഞ്ഞാ ഇങ്ങനെ പൊന്തി നിൽക്കും. അങ്ങനെ നോക്കുമ്പോ ഇത് വെറുതെ ഇങ്ങനെ വരഞ്ഞ പോലെയാണ്, ഇങ്ങനെ പൊന്തി നിൽക്കണമൊന്നുമില്ല. അങ്ങനെ ഒരു സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, മടക്കിയിട്ട് കഴുകി എടുത്ത് വെക്കാലേ, കഴുകി വൃത്തിയാക്കി മടക്കി എടുത്ത് വെക്കാലോ. പിന്നെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ വിരിക്കുകയും ചെയ്യാം. പക്ഷെ വേറെ നാശാവുന്ന തോന്നണം. അധികം കനമൊന്നുമില്ല. അത് റെയിൻകോട്ടിന്റെ പോലെയാണ് കനമുള്ളൂ. അപ്പൊ ഇത് എനിക്ക് അങ്ങനെ ഇഷ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല അത്. നല്ല കട്ടി ഉണ്ടാവും വിചാരിച്ചത്. അപ്പൊ ഇതൊരെണ്ണം വാങ്ങി. ഇപ്പൊ വിചാരിക്കാണ് പലയ വാങ്ങിയാൽ മതിയായിരുന്നു. സാരല്ല, ഇത് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ ഇത് അഴുക്കൊക്കെ ആയിട്ട് പോവാണ്ടേ, അപ്പൊ നമുക്ക് പലയ വാങ്ങാം. അപ്പൊ ഇതങ്ങനെ. ഇത് മോന് അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. പണപ്പെട്ടി, ഉണ്ടിയപാത്രം. അല്ലേ, നമ്മള് പണ്ട് ഉണ്ടിയപാത്രം എന്നൊക്കെ അല്ലേ ഇതിന് പറയാ. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ പറയുന്നത്. കാരണം നമ്മള് മണ്ണിന്റെ ഒക്കെ ഉണ്ടായിരുന്നില്ല, ഇത്ര പോകുന്ന ഉണ്ടിയപാത്രം, മൺപണിക്കാരൊക്കെ ഉണ്ടാക്കണ അതിന്റെ. ഇപ്പൊ ഇതിപ്പോ മോന് അച്ഛൻ പണം ശേഖരിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ്. അതിന്റെ ആദ്യത്തെ ഉണ്ടിയപാത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോന്റെ ആദ്യത്തെ പണപ്പെട്ടി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതിലവൻ പൈസ ഒക്കെ ഇട്ട് വയ്ക്കും. ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, തുറക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതിലെന്താ 1 ലക്ഷം രൂപ ശേഖരിക്കാം അല്ലേ തന്നേട്ടാ? 1 ലക്ഷം അല്ലേ? ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോന്നും. ആദ്യം എത്ര പഞ്ഞു? അതാ 50, 100, 200. ആദ്യം മോനിപ്പോ എത്ര ഇട്ടു? ആദ്യം അതില് 500 രൂപ ഇട്ടു. 500 ഇട്ടോ? ഫസ്റ്റ് തന്നെ ആദ്യം 500 ഇട്ടത്. ആദ്യം 200, പിന്നെ 50. ഇതിൽ എഴുതിയ പോലെയൊക്കെ മുന്നേന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സഞ്ചയിക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ 1 രൂപയും 2 രൂപയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പാസ്ബുക്ക് അതിലിങ്ങനെ എഴുതിത്തരും. അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ സ്കൂളുകളിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലൊരു ഇതാണ്. കാരണം ഇത് എടുക്കാനും പറ്റില്ലല്ലോ. എടുക്കാൻ പറ്റിയെങ്കിൽ പിന്നെ പറ്റില്ല. അപ്പോ 1 ലക്ഷം ആയി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ. ഇനി ഇവനതിന് അച്ഛനോട് പൈസ ചോദിക്കൊന്നുമില്ല.
ഞാനൊക്കെ ആണെങ്കിൽ പൈസ ചോദിച്ചിട്ട് ഇതിലിട്ടേക്കും. കുട്ടി ചോദിക്കേ ചെയ്യില്ല, കൊടുത്താൽ മാത്രമാവും അതിലിട്ടേക്കുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്നിപ്പോ ഞാൻ അടുക്കളയിൽ നിൽക്കണ വീഡിയോ തന്നെ അല്ല ഓരോന്ന് വെച്ചുണ്ടാക്കലൊക്കെ. അപ്പൊ നിങ്ങൾ പറയോ എന്നും അടുക്കളയിൽ നിൽക്കണ വീഡിയോ ആണ് രസമില്ലാന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോ കാണിക്കാൻ ആൾക്കാരായല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെറിയ സാധനമാണെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങള്. അപ്പൊ വലിയ വലിയ വിശേഷങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അതേപോലെ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഏതാ? അടുത്ത മാസം ഒരു ആനനെ പഠിക്കുന്നു ചോദിച്ചതാ. ആനേനെ വാങ്ങണം. അപ്പൊ ഇങ്ങനെ ചെറിയ വിശേഷങ്ങളായിട്ട് ഞങ്ങള് ഇനിയും വരും. അപ്പൊ ശരി.